നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതായിരിക്കുന്നു. യെസ്, സഞ്ജു സാംസൺ, ഒരൊറ്റ പേര് മാത്രം അല്ലേ. കഴിഞ്ഞ സൺഡേ ഈഡൻ ഗാർഡൻസിൽ വെച്ച് നടന്നിട്ടുള്ള T20 മാച്ചിൽ വെസ്റ്റ് ഇൻഡീസിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള തകർപ്പൻ ജയം നമുക്ക് നേടിത്തന്ന് നമ്മളെ സെമി ഫൈനലിലേക്ക് എത്തിച്ചിട്ടുള്ള സഞ്ജു സാംസൻ്റെ ആ ഒരു മാച്ച് ജയിച്ചതിന് ശേഷമുള്ള ആഹ്ലാദ പ്രകടനം എന്താ പറയുക, വൺ ഓഫ് മൈ ഫേവറേറ്റ് ആണ്. അതായത് നിങ്ങളൊക്കെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും കേട്ടോ. കാരണം വെച്ചാൽ എനിക്ക് എന്താണെന്നറിയില്ല, ആ മാച്ച് കണ്ട സമയത്ത് ഇത്രയും ത്രില്ലിംഗ് ആയിട്ട് അല്ലെങ്കിൽ ഇത്രയും ആഗ്രഹത്തോടു കൂടി കണ്ട് നമുക്ക് വേണ്ട രീതിയിൽ മാക്സിമം നമ്മൾ എത്രയധികം ത്രില്ലടിപ്പിച്ചിട്ടുള്ള ലിറ്ററലി രോമാഞ്ചത്തിൻ്റെ എക്സ്ട്രീം വരുത്തിച്ചിട്ടുള്ള ഒരു മാച്ച് എനിക്ക് ഇപ്പോൾ അടുത്തൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് എന്ന് വെച്ചാൽ സഞ്ജു ഫയർ ചെയ്യണം എന്നുള്ളത് അത്രയും മനസ്സിലാഗ്രഹം. ആ ഒരു സിറ്റുവേഷനിൽ വെക്കുന്ന സമയത്ത് ആ ജയിച്ചതിന് ശേഷം സഞ്ജു കാണിച്ചിട്ടുള്ള ആ ജസ്റ്റർ, അതായത് ഫസ്റ്റ് എങ്ങനെയാണ് ട്രോള് വന്നത് നോർത്ത് ഇന്ത്യൻതൊക്കെ, സഞ്ജു സാംസൺ, അത് കഴിഞ്ഞതിന് ശേഷം സഞ്ജു ശർമ്മ തൊഴുത് നിൽക്കുന്ന ആ ഒരു സീന് നമുക്ക് മറക്കാൻ കഴിയില്ല. പക്ഷേ ഇപ്പോൾ ആ ഒരു വിക്ടറി കഴിഞ്ഞതിന് ശേഷം ആ ഒരു ആഹ്ലാദ പ്രകടനം, ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ സഞ്ജു ജയിച്ചതിന് ശേഷം അകമഴിഞ്ഞ ദൈവത്തിനോടുള്ള നന്ദി പറയാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു മൂമെൻ്റ് ഉണ്ടല്ലോ, ആ മൂമെൻറ്റ് ഇപ്പോൾ സഞ്ജുവിന് വിനയായി വന്നു എന്നാണ് പല ന്യൂസ് പേപ്പേഴ്സും റിപ്പോർട്ട് ചെയ്യുന്നത്. സ്പെക്കുലേഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് സീരിയസ് ആയിട്ടുള്ള സംഭവമാണ്. കാരണം വെച്ചാൽ മാച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സൈറ്റ്മെൻറ്റിലോ ആങ്കറിലോ ഈ ബാറ്റ്, ഹെൽമെറ്റ് ഇതുപോലുള്ള ഇതൊന്നും വലിച്ചെറിയാൻ പാടില്ല. ICCയുടെ റൂൾസ് പ്രകാരം അത് ചെയ്യാൻ പാടില്ല. സഞ്ജു അത് ബ്രേക്ക് ചെയ്തു എന്നും പറഞ്ഞിട്ട് സഞ്ജുവിനെ ഒരുപാട് ഇത്ര കാലമായിട്ട് കോർണർ ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു തിരിച്ചുവരവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഞ്ജുവിന് അനിവാര്യമാണ്. നമുക്കെല്ലാവർക്കും, സഞ്ജുവിനെ സ്നേഹിക്കുന്നവർക്കും എല്ലാവർക്കും അത്രയും അനിവാര്യമായിരുന്നു അത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഇതുപോലത്തെ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര, ബിക്കോസ് സെമി ഫൈനലിന് ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്നൊരു വ്യക്തിയാണ് നമ്മളൊക്കെ അല്ലേ. ഞാൻ പറയുന്നില്ല, നമ്മൾ എന്തായാലും ആ ന്യൂസിലേക്ക് കടക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുന്നേ ഓരോ സന്തോഷിക്കാനുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്ന സമയത്തും ഓരോ വൃത്തികെട്ട വിവാദങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ അല്ലേ. ഞാൻ ആ ഒരു വിഷയത്തിലേക്ക് വരാം. എന്താണ് ICCൻ്റെ ആർട്ടിക്കിൾ, എന്താണ് നടക്കാൻ പോകുന്നത്, എന്തൊക്കെ റൂമേഴ്സ് കയ്യിലേക്ക് വരാം. അതിന് മുന്നേ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഈ ഒരു ന്യൂസ്. അറപ്പുളവാക്കുന്ന കമൻറ്റ്, സഞ്ജുവിനെതിരെ വംശീയ അധിക്ഷേപം, കേന്ദ്രമന്ത്രിക്ക് പരാതി നൽകി കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ടൊരു ന്യൂസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതായത് എക്സിൽ ഏതോ ഒരു അക്കൗണ്ടിൽ നിന്ന്, കുംഭകരൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അക്കൗണ്ടിൽ പ്രത്യക്ഷപ്പെട്ടതാണ്. ഓൺലി ഡാർക്ക് ഫോഴ്സസ് ക്യാൻ ഡിഫീറ്റ് ഡാർക്ക് ഫോഴ്സസ്, വെൽ പ്ലേഡ് സഞ്ജു സാംസൺ. അതായത് എനിക്ക് പറയാൻ പോലും വയ്യ, റേസിസം അറ്റ് ഇറ്റ്സ് പീക്ക്. അതായത് എന്താ പറയുക, പറയാൻ വാക്കില്ല. ഇത്ര സന്തോഷകരമായിട്ട് ഇങ്ങനൊരു സംഗതി നടന്നതിൽ ഇങ്ങനൊരിത് യവൻ്റെ മണ്ട എന്ന് ആലോചിച്ച് നോക്കുക. ഓൺലി ഡാർക്ക് ഫോഴ്സസ് ക്യാൻ ഡിഫീറ്റ് ഡാർക്ക് ഫോഴ്സസ്. അതായത് വെസ്റ്റ് ഇൻഡീസിൻ്റെ കറുത്ത ആൾക്കാരെ, ഫോഴ്സസിനെ തോൽപ്പിക്കാൻ കറുത്ത ഒരു വ്യക്തി തന്നെ വേണമെന്ന്. എന്താ ഈ വക ഡാഷ് മക്കളോടൊക്കെ പറയുക. കോൺഗ്രസ് ഇത് റീട്വീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ദിസ് കൈൻഡ് ഓഫ് വൈൽഡ് റേസിസം ഹാസ് അബ്സല്യൂട്ട്ലി നോ പ്ലേസ് ഇൻ ഇന്ത്യ, അബ്സല്യൂട്ട്ലി നോ പ്ലേസ്. We urge Ashwini Vaishnav to take immediate action against the person behind the account who posted this disgusting comment targeting Sanju Samson, the pride of Kerala, the pride of India, definitely. അല്ലേ, അറപ്പുളവാക്കുന്ന കമൻറ്റ്, സഞ്ജുവിനെതിരെ വംശീയ അധിക്ഷേപം എന്ന് പറഞ്ഞിട്ട് ന്യൂസ് ഇങ്ങനെയാണ്. കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിലെ വെസ്റ്റ് ഇൻഡീസിനെതിരെയുള്ള ഇന്ത്യയുടെ ഉജ്ജ്വല വിജയത്തിന് പിന്നാലെ വന്ന ഒരു സമൂഹ മാധ്യമ പോസ്റ്റാണ് വിവാദത്തിൽ തിരികൊളുത്തിയിരിക്കുന്നത്. സഞ്ജുവിൻ്റെ ചിത്രത്തോടൊപ്പം കറുത്ത ശക്തികളെ തോൽപ്പിക്കാൻ കറുത്ത ശക്തികൾ കഴിയും, നന്നായി കളിച്ചു സഞ്ജു സാംസൺ എന്ന അടിക്കുറിപ്പോടെയാണ് എക്സിൽ ഒരു പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടത്. ഇതിനെതിരെ വ്യാപക വിമർശനമാണ് ഉയർന്നിരിക്കുന്നത്. കേരളത്തിൻ്റെ അഭിമാന താരത്തിനെതിരെയുള്ള വിദ്വേഷ പരാമർശത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവിനോട് ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസിൻ്റെ കേരള ഘടകവും രംഗത്തെത്തി. ഇത്തരത്തിലുള്ള നീചമായ വംശീയതയ്ക്ക് ഇന്ത്യയിൽ ഒട്ടും സ്ഥാനമില്ല. കേരളത്തിൻ്റെ അഭിമാനമായ സഞ്ജു സാംസൺ ലക്ഷ്യം വെച്ച് ഇത്രയും അറപ്പുളവാക്കുന്ന കമൻറ്റ് അക്കൗണ്ടിന് പിന്നിലുള്ള വ്യക്തിത്വത്തിനെതിരെ അടിയന്തര നടപടി സ്വീകരിക്കാൻ ഞങ്ങൾ അശ്വിനി വൈഷ്ണവോട് ആവശ്യപ്പെടുന്നു. ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഈ ഒരു കോൺഗ്രസിൻ്റെ ഒരു പോസ്റ്റ് വന്നിട്ടുള്ളത്. കഷ്ടം അല്ലേ. ഇനി നമ്മുടെ മെയിൻ ഇഷ്യൂയിലേക്ക് വരാം. നോക്കൂ, നിങ്ങൾ ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ഓഹ് മൈ ഗോഡ്, ഇത്രയും ബ്യൂട്ടിഫുൾ ഫ്രെയിം, ഇത് ഭയങ്കര, ഞാൻ പറയാം എൻ്റെ മനസ്സിലിങ്ങനെ നിൽക്കുന്ന ഒരു സാധനം അല്ലേ.
ഇതിൻ്റെ തലക്കെട്ട് ഇങ്ങനെയാണ്, വിൽ ICC ബാൻ സഞ്ജു ഇൻ സെമീസ്, വിക്ടറി സെലിബ്രേഷൻസ് ലൈക്ലി ഫ്ലോട്ടഡ് ICC റൂൾസ്. ഇനി ഇതിന് മുന്നേ പോകുന്നതിന് മുന്നേ നമുക്കൊന്നുകൂടി Clears mid on and finishes it off. Sanju Special Samson, 97 not out, looks up at the heavens and will get a standing ovation when he comes out. Well, he's waited a long, long time. സീന് അവിടെ ഈ ഒരു ഹെൽമെറ്റ്, ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ഹെൽമെറ്റിനെ ഊരിയിട്ട് ഇങ്ങോട്ട് എറിഞ്ഞു. ഇതാണിപ്പോൾ ഒരു പ്രശ്നമായിട്ടുള്ളത്. ഇനി അതിൻ്റെ ന്യൂസിലേക്ക് പോവാം. ന്യൂസിൽ റിപ്പോർട്ട്സ് സേ സഞ്ജു സാംസൺ വിൽ ഫേസ് ഡിസിപ്ലിനറി ആക്ഷൻ ഫ്രോം ദി ICC ആഫ്റ്റർ ഹിസ് ബ്രില്യൻറ്റ് പെർഫോമൻസ് അഗെയിൻസ്റ്റ് വെസ്റ്റ് ഇൻഡീസ് ഇൻ ദി T20 വേൾഡ് കപ്പ്. According to the article 2.2 of the ICC Code of Conduct, misuse of cricket equipment is an offence. This includes throwing a helmet, bat or stump out of anger or excitement. Sanju's action is likely to be considered a level 1 offence. അതായത് ആർട്ടിക്കിൾ 2.2 പ്രകാരം ICC Code of Conductൻ്റെ ആർട്ടിക്കിൾ 2.2 പ്രകാരം misuse of cricket equipment is an offence. This includes ഹെൽമെറ്റ്, ത്രോയിങ് എ ഹെൽമെറ്റ് എറിയുക, ബാറ്റ് അല്ലെങ്കിൽ സ്റ്റമ്പ് ദേഷ്യത്തിൽ അല്ലെങ്കിൽ എക്സൈറ്റ്മെൻറ്റിൽ എറിയുക. Sanju's action is considered to be a level 1 offence. Level 1 offence ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. This usually carries a fine of up to 50% of the match fee and 1 or 2 demerit points. അതായത് ഇതിൻ്റെ നോർമൽ കണ്ടീഷനിൽ ഇത് 50% മാച്ച് ഫീ ആൻഡ് 1 or 2 ഒന്നോ രണ്ടോ demerit points. However, a single level of offence does not usually result in a ban from a match. അതായത് ഇങ്ങനെ ഒറ്റ ഒഫൻസ് മാത്രം മാച്ചിൽ നിന്ന് ബാൻ ഉണ്ടായിരിക്കില്ല. പക്ഷേ ഇഫ് സഞ്ജു ഹാസ് ഓൾറെഡി demerit points, ഇഫ് എ ടോട്ടൽ ഓഫ് 4 points 4 demerit points വന്നിരുന്നെങ്കിൽ there is a high possibility of a ban. It is reported that he does not have such points at present. In this situation, it is unlikely that Sanju will miss the semi-final against England. ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. Meantime, Sanju's prayer-like celebration is viral on social media. According to ICC rules, action will be taken only if religious matters are used in provocative manner. അതായത് പ്രകോപനപരമായിട്ടുള്ള ആ ഒരു കാര്യങ്ങളിൽ മാത്രം, റിലീജിയസ് കാര്യങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ICC റൂൾസ് പ്രകാരം ആക്ഷൻ എടുക്കുള്ളൂ. ഇൻ സഞ്ജൂസ് കേസ് ഇറ്റ് വാസ് എ നാച്ചുറൽ എക്സ്പ്രഷൻ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, സോ ആക്ഷൻ ഇസ് നോട്ട് പോസിബിൾ. സഞ്ജു സെക്യുലർ സാംസൺ, സഞ്ജു spectacular Samson. It was a natural expression. Although there is a possibility of giving a warning or fine for throwing the helmet according to ICC rules, it's believed that there is no situation at present that Sanju will be eliminated from the semi-final. ഇതാണ് ഇംഗ്ലീഷിലുള്ള ന്യൂസ് പറയുന്നത്. പക്ഷേ ഇത് മലയാളത്തിലേക്ക് വന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് ഇതിനെ സഞ്ജുവിന് ബാൻ കിട്ടി എന്നുള്ള രീതിയിലാണ് പല ന്യൂസ് ചാനൽസും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ആർട്ടിക്കിൾ 2.2 പ്രകാരം അത് ചെയ്യാൻ പാടില്ല. എന്താ ഇനി പറയാം, ഇത്ര അധികം, ഞാൻ വീണ്ടും പറയുന്നു, ഇത്ര അധികം പ്രതീക്ഷ വെച്ചിട്ട് ആ പ്രതീക്ഷയ്ക്ക് മുകളിൽ നമുക്കൊരു പെർഫോമൻസ് കാഴ്ചവെച്ചിട്ട് സിംഗിൾ ഹാൻഡഡ്ലി കഴിഞ്ഞ 10 വർഷം അച്ഛൻ്റെ ആ ഒരു ഇൻ്റർവ്യൂ കണ്ടില്ലേ, കഴിഞ്ഞ 10 വർഷം നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഇനി ഇവിടെ അങ്ങോട്ടുള്ള 10 വർഷം അല്ലേ, ആ ഒരു ഇൻ്റർവ്യൂ ഒക്കെ നിങ്ങൾ കണ്ടാണ്. ഞാൻ അതൊന്നും റിയാക്ട് ചെയ്യുന്നില്ല ഇതിൽ. പക്ഷേ എന്താണെന്നുണ്ടെങ്കിലും പ്രാർത്ഥിക്കാം, നല്ല എന്താ പറയുക അല്ലേ. ഇതിൻ്റെ പുറകിൽ ബാക്കി എന്തായാലും എല്ലാവരും കൂടുന്നുള്ള 100% ഷുവറാണ്. നമുക്കറിയാം എത്രയോ തഴയപ്പെട്ടിട്ടുണ്ട് ഇത്ര കാലം ക്രിക്കറ്റിൽ നിന്ന്, ഇത്ര അധികം പ്രതിഭയായിട്ട് കൂടി. എന്തുകൊണ്ടാണെന്നുള്ള നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. തഴയപ്പെട്ടിട്ടുള്ളൊരു വ്യക്തി ഉണ്ടായിരുന്നില്ല. ഇനി ഒരു കാര്യം, ഇന്നിപ്പോൾ ഞാൻ വെറുതെ ഈഡൻ ഗാർഡൻസിൻ്റെ ഒരു സംഭവം ഇങ്ങനെ ഈ കളി കഴിഞ്ഞ സമയത്ത്, ഇപ്പോൾ എൻ്റെയൊക്കെ സമയത്ത് പണ്ടൊക്കെ നമ്മൾ ഉള്ളപ്പോൾ ഈഡൻ ഗാർഡൻസിൻ്റെ ഓർമ്മ ടെണ്ടുൽക്കറായിട്ടാണ്. നിങ്ങൾക്ക് എത്ര പേർക്ക് ആ ഓർമ്മ ഉണ്ടെന്ന് അറിയില്ല. ഇപ്പോൾ ഞാൻ 80s ആണ്. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മളൊക്കെ ഇത് കാണുന്ന സമയത്താണ് നമ്മളെ ഗോഡ് ഓഫ് ക്രിക്കറ്റ് അല്ലേ ടെണ്ടുൽക്കർ റണ്ണൗട്ടായി, ഷോയ്ബ് അക്തറാണ് റണ്ണൗട്ടാക്കി തോന്നുന്നത്. ടെണ്ടുൽക്കർ റണ്ണൗട്ടായിട്ട് സ്റ്റേഡിയം ആകെ ഇറപ്റ്റായ സിറ്റുവേഷനിൽ സച്ചിൻ ടെണ്ടുൽക്കർ ഗോഡ് ഓഫ് ക്രിക്കറ്റ് ഇറങ്ങി വന്ന് എല്ലാവരെയും കാം ചെയ്തിട്ട് ആ ഒരു ഗ്രൗണ്ടിലൂടെ നടക്കുന്ന ഒരു സിറ്റുവേഷൻ ഓർമ്മ ഉണ്ട് എല്ലാവർക്കും. അന്ന് നടന്നിട്ടുള്ള അതേ ഈഡൻ ഗാർഡൻസാണ്.
അപ്പോൾ നമുക്ക് ഈ ഒരു ഗ്രൗണ്ടിൽ വെച്ച് ഇങ്ങനത്തെ പരിപാടികൾ ഉണ്ടാകുന്ന സമയത്ത് ഗൂസ് ബംസ് എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ചെറുതായി പോകും അല്ലേ. എന്തായാലും ഒന്നും ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുക, പ്രത്യാശിക്കുക, പ്രാർത്ഥിക്കുക, അത്ര മാത്രമേ പറയാൻ ഉള്ളൂ. പക്ഷേ മലയാളത്തിലുള്ള പല ന്യൂസ് പേപ്പറുകളും ഇപ്പോൾ ഓൾറെഡി വിലക്ക് എന്നുള്ള കണ്ടീഷനിൽ, ഞാൻ പിന്നെ അറ്റ്ലീസ്റ്റ് വിലക്ക് എന്നുണ്ട് വിലക്കോ എന്നുള്ള കണ്ടീഷനിൽ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ടുണ്ട്. പക്ഷേ വിലക്ക് എന്നുള്ള കണ്ടീഷനിലാണ് ഇവിടെ പറയുന്നത്. ആൾക്കാരതിന് തക്കതായ മറുപടി നല്ലോണം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ആർട്ടിക്കിൾ 2.2 ഇതാണ് പറയുന്നത്. എന്താണ് ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യൂ. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. ബൈ.